നയന വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ ജാനകി ആണെങ്കിൽ പണിയെടുത്ത് വശം കെടുകയാണ് കേട്ടോ. നവ്യ ആണെങ്കിൽ ജലജയെ കൊണ്ട് മാക്സിമം ജോലി എടുപ്പിക്കുന്നുണ്ട്. എങ്കിലും ജലജ വേലക്കള്ളിയായിട്ട് പല സമയത്തും അവള് മുങ്ങാറുണ്ട് കേട്ടോ. ജാനകിയുടെ തലയിലാണ് ബാക്കി എല്ലാ ജോലിയും. അനാമിക പിന്നെ അനങ്ങാറ് കൂടി ഇല്ലല്ലോ. അങ്ങനെ ആ വീട്ടിലുള്ള സർവ്വത്രാതി ജോലിയും ചെയ്ത് ജാനകി ആകെപ്പാടെ ക്ഷീണിക്കാണ്. ഈ ഒരു സമയത്ത് ജാനകി പോയിട്ട് അജയനോട് പറയുന്നുണ്ട്, അജയേട്ടാ ജോലി ചെയ്ത് ഞാൻ മടുത്തു, ഒരു സെർവന്റിനെ അത്യാവശ്യമായിട്ട് നിർത്തണം. ആ മീനാക്ഷിനെ അന്ന് ദേവ്യാനി ചേച്ചി പറഞ്ഞു വിട്ടതാ എന്ന് പറയുന്നുണ്ട്. അജയൻ പറയാണ്, അല്ല ഇത്രയും ദിവസം ആ നയനമോള് ഒറ്റയ്ക്ക് കിടന്ന് ഈ വീട് ആകെപ്പാടെ ജോലികൾ മുഴുവൻ ചെയ്ത് അടിച്ചു വാരി വൃത്തിയാക്കി എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കുന്നപ്പോ ആർക്കും ഒന്നും അറിയണ്ടായിരുന്നല്ലോ. ഇപ്പൊ പിന്നെ എന്ത് പറ്റി എല്ലാവർക്കും എന്ന് ചോദിക്കാണ്. ഇപ്പം അവളുടെ നന്മയൊന്നും അല്ല ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, ഒരു സെർവന്റിനെ എത്രയും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാണ്. ഞാനൊന്ന് നോക്കട്ടെ, പറഞ്ഞാൽ ഉടനെ സെർവന്റിനൊന്നും കിട്ടില്ല, അതും ഇത്രയും വലിയ വീട്ടിലേക്കാന്ന് പറയുമ്പോഴേ എല്ലാ സെർവൻസും ഒന്ന് മടിക്കും ഈ പണിയെ ഓർത്തിട്ടെ. ജാനകി പറയാണ്, എങ്കിൽ ഒരാളെ ആക്കണ്ട, 2-3 പേരെ ആക്ക്, അത്രക്കുള്ള ജോലിയുണ്ട് ഇവിടെ എന്ന് പറയാണ് ജാനകി. അജയൻ പറയാണ്, ഇപ്പൊ അത് മനസ്സിലായി തുടങ്ങിയല്ലേ എത്ര പേരെ ജോലിയുണ്ടെന്ന്. ആ പാവം വെളുപ്പിനെ 4:30 എഴുന്നേക്കുന്നതാ, രാത്രി 10 മണിയാകുമ്പോൾ നോക്കും, 10:30 നോക്കുമ്പോഴും ആ കുട്ടി അടുക്കളയിൽ പാത്രം കഴുകായിരിക്കും. എന്നിട്ട് അതിനോട് എല്ലാവർക്കും പുല്ല് വിലയില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയാനട്ടോ അജയൻ. അങ്ങനെ ജാനകി തിരിച്ചു പോവാണ്. ഈ സമയത്ത് ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്ന മുത്തശ്ശൻ ചോദിക്കാണ്, എന്താ അജയ, എന്താ അവൾ പറയുന്നേ? അജയൻ പറയാണ്, അല്ല മുത്തശ്ശ, അല്ലച്ച, അവള് പറയായിരുന്നു 2 സെർവന്റിനെ വെക്കാന്. പണി ചെയ്ത് അവള് മടുത്തു. ജലജയുടെ കാര്യം അറിയാലോ, നവ്യ ഓരോന്നും ബഹളം വെക്കുന്നതുകൊണ്ട് അവൾ ഓരോന്നൊക്കെ ചെയ്തു കൊടുക്കുക ജലജ, അല്ലാതെ വേറൊരു പണിയും ചെയ്യുന്നില്ല. അവള് ജോലി ചെയ്ത് മടുത്തു. നയനമോള് നേരത്തെ ഉണ്ടായിരുന്നപ്പോ അവളായിരുന്നല്ലോ എല്ലാം ചെയ്യുന്നത് എന്നൊക്കെ അജയൻ പറയാണ്. ഇപ്പൊ എല്ലാവർക്കും അവളുടെ വില എന്താണെന്ന് മനസ്സിലായച്ച എന്നൊക്കെ അജയൻ പറയുന്നുണ്ട്. അതെ പാവം, നേരെ വെളുത്തെഴുന്നേറ്റ് കോലം വരയ്ക്കുമ്പോ തൊട്ട് ഈ വീട്ടിലെ എല്ലാവരുടെ കാര്യങ്ങളും സർവത്രാതി കാര്യങ്ങളും നോക്കി വീടൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കി ഇത്രയും ഭംഗിയോടുകൂടി വീടൊക്കെ ഉണ്ടെങ്കിലേ ഒരാളെ തപസ്സിരിക്കണം. അതാ ആ കുട്ടി ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത്രയ്ക്കും ദൈവാനുഗ്രഹം അവക്കുണ്ട്. രാത്രി വരെ ആ കുട്ടി പണിയല്ലായിരുന്നോ, അതും കഴിഞ്ഞിട്ടിരുന്ന ഡിസൈൻ വരയ്ക്കലും എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കുട്ടിയാ എന്നൊക്കെ അച്ഛൻ പറയാണ്. അതിപ്പോ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി അല്ലേടാ ജയ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ അച്ഛാ, എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായി തുടങ്ങി. എന്റെ മരുമോളുണ്ടല്ലോ, അടുക്കളയുടെ വശത്തോട്ട് പോലും വരില്ല, എന്തെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാൻ മാത്രം വരും. അതിന്റെ ഭാര്യയൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറയാണ്. അല്ല നീ ഇപ്പൊ സെർവന്റിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോവാണോ മുത്തശ്ശൻ ചോദിക്കുമ്പം അജയൻ പറയാണ്, ഏയ് ഇല്ലച്ചാ, ഞാനതൊന്നും ചെയ്യുന്നില്ല. എന്റെ മരുമോളുടെ സ്വഭാവം എന്താണെന്നും നയനമോളുടെ വാല്യൂ എന്താണെന്നൊക്കെ ഉള്ളത് എന്റെ ഭാര്യ ഒന്ന് മനസ്സിലാക്കട്ടെ. അതുകൊണ്ട് തൽക്കാലം ഞാൻ സെർവന്റിനെ അന്വേഷിക്കുകയാണെന്ന് പറയും. പക്ഷേ ഉടനെ എങ്ങും സെർവന്റിന് ഞാൻ കൊണ്ട് കൊടുക്കുന്നില്ല. അവള് കുറച്ച് പണി ചെയ്യട്ടെ, എന്നിട്ട് അവള് എല്ലാം മനസ്സിലാക്കട്ടെ എന്ന് അജയൻ പറയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാനും നിന്നോട് ഇതേ കാര്യത്തെക്കുറിച്ച് തന്നെ പറയാൻ വന്നേ, എന്തായാലും അത് തന്നെയാ നല്ലത്. എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ നയനമോളുടെ വില എന്താണെന്നും. അതുപോലെ അനാമിക അവളെ ഒട്ടും സഹായിക്കാതൊക്കെ വരുമ്പോൾ അവൾക്ക് തന്നെ മനസ്സിലാകും അനാമികയുടെ സ്വഭാവം എന്താണെന്ന് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനും പോവാണ്. പിന്നീട് കാണിക്കുന്നത് ജാനകി ആണെങ്കിൽ ചത്തു കിടന്ന് പണിയെടുക്കാണ് കേട്ടോ. അവള് മടുക്കാണ്. കാപ്പി ഉണ്ടാക്കണം, അതിന് 2-3 കൂട്ടം കറി വേണം. ഉച്ചയ്ക്കാണെങ്കിലോ തോരനും സാമ്പാറും അവിയലും രസവും അതുപോലെ തന്നെ നോൺ വെജ് ഐറ്റംസും ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ടാക്കണമല്ലോ. അവള് ശരിക്കും മടുത്തു പോവാണ്. അതിന്റെ കൂട്ടത്തില് പാത്രം കഴുക്കലും കിച്ചൺ ക്ലീൻ ചെയ്യലും ആ പെര മൊത്തം അടിച്ചു തൂത്തുവാറലും ഒക്കെ ആയിട്ട് ജാനകി വശം കിട്ടുന്ന നടുവേദനയായിട്ട് വൈകുന്നേരം സമയമായപ്പം ഇങ്ങനെ സോഫയിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക ചോദിക്കാണ്, അമ്മേ എന്തായി അമ്മേ, കോഫി റെഡിയായോ, സ്നാക്സ് എന്താ അമ്മേ എന്ന് ചോദിക്കാണ്. ജാനകി പറയുന്നുണ്ട്, എന്റെ പൊന്നുമോളെ ഞാൻ മടുത്തു, എന്റെ നടു ഒടിഞ്ഞു, ജോലി ചെയ്ത് ഞാൻ മടുത്തു. എന്റെ പൊന്നുമോളല്ലേ, പോയി സ്നാക്സ് ഉണ്ടാക്കിയിട്ട് ഞാനവിടെ ഏത്തക്കാപ്പഴവും അതുപോലെ അതിനുള്ള സാധനമൊക്കെ വെച്ചിട്ടുണ്ട്, മോൾ അതും ഒന്നും ഉണ്ടാക്കി ചായ ഇടാവോ എല്ലാവർക്കും ഉള്ളേ എന്ന് ചോദിക്കാണ്. അയ്യോ അമ്മേ, എനിക്കതൊന്നും അറിയില്ല, ചായ ഇടാൻ പോയിട്ട് ഏത്തക്ക എടുത്ത് കഴിക്കാനല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ലമ്മേ, ഞാൻ മുറിയിലോട്ട് പോട്ടെ എന്നും പറഞ്ഞിട്ട് അവൾ പതിയെ എസ്കേപ്പ് ആവാണ്. ജാനകി ഓർക്കാണ്, ഹോ എന്തൊരു കഷ്ടാ, മരുമോളാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ഒന്ന് സഹായിച്ചൂടെ എന്നെ എന്ന് പറയാണ്. അപ്പോഴേക്കും ജലജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജാനകി പറയാണ്, ജലജ പ്ലീസ് എനിക്ക് ആ ചായ ഒന്ന് വെച്ച് തരൂ എന്ന് ചോദിക്കുകയാണ്. എന്റെ നടുവേദനത്തിന് വയ്യെന്ന് പറയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, ഏടത്തെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ നേരം വെളുത്ത് അടുക്കളയിൽ കയറിയതല്ലേ, എന്റെ മരുമകൾക്കുള്ള ഇഷ്ടമുള്ള എല്ലാം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനും അടുത്ത ഏടത്തി ചെയ്ത് എനിക്കിനി വയ്യ എന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ജാനകി ഇതുവരെ ചായ ആയില്ലേ എന്ന് ചോദിക്കാണ്. അമ്മേ നേരം വെളുത്തപ്പോൾ ഞാൻ തുടങ്ങി പണിയാ, എനിക്ക് വയ്യ, എന്റെ നടു ഒടിഞ്ഞു. ജലജയ്ക്കും വയ്യെന്നാ പറയണേ, പിന്നെ എങ്ങനെ ചായ വെക്കാനാ?
മുത്തശ്ശി പറയുന്നുണ്ട്, നേരത്തെ ആണെങ്കിൽ ഞാൻ അടുക്കളയിൽ കയറിയനെ, എനിക്കിപ്പോ തീരെ വയ്യ, നിനക്ക് അറിയാലോ. പിന്നെ നിന്റെ മരുമകളുണ്ടല്ലോ അനാമിക, അവളെ വിളിച്ച് ചെയ്യാൻ പറ. നവിക്ക് സുഖമില്ലാതിരിക്കല്ലേ, അവളെ അടുക്കളയിൽ കയറ്റി ചെയ്യിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങാനും തട്ടോ മുട്ടോ ചെയ്താൽ അത് വലിയ ആപത്താവും എന്ന് ജാനകിയോട് പറയുമ്പോൾ ജാനകി പറയാണ്, അത് പിന്നെ അനാമിക മോക്ക് ഒന്നും അറിയില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, നീ അനാമികനെ ഇങ്ങോട്ട് വിളിക്ക്, എന്നിട്ട് ചായ ഇടേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്ക്. ഒരു തവണ ആ കുട്ടി എല്ലാവർക്കും ചായ ഇട്ട് തന്നാലേ അന്ന് കുറച്ച് മോശമായിരുന്നെങ്കിലും സാരമില്ല, പറഞ്ഞു കൊടുത്താൽ മതി. അതുപോലെ തന്നെ സ്നാക്സ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. നീ അവിടെ പോയിരുന്നെന്ന് മാനേജ് ചെയ്താൽ മതി, ആ കുട്ടി ചെയ്തോളുമെന്ന് പറയാണ്. അങ്ങനെ ജാനകി അനാമിക എന്ന് വിളിക്കാണ്. അങ്ങനെ അനാമിക താഴത്തേക്ക് ഇറങ്ങി വന്ന്, എന്താമേ ചായ റെഡിയായോ എന്ന് ചോദിക്കാണ്. അത് പിന്നെ മോളെ, ഞാൻ അടുക്കളയിൽ വന്നിരിക്കാം, വന്ന് മോക്ക് പറഞ്ഞുതരാം. മോളെ ചായ ഒന്ന് വെച്ച് സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്ന പറയാണ്. അയ്യോ അമ്മേ, എനിക്കതൊന്നും വശമില്ല, എനിക്കറിയില്ലെന്ന് പറയുമ്പം മുത്തശ്ശി പറയാണ്, മോളെ ഇങ്ങനെയാ പഠിക്കേണ്ടത്. മോക്കല്ലേ ഭയങ്കര ആഗ്രഹം അനിയുമായിട്ട് വേറെ വീട്ടിൽ താമസിക്കണമെന്ന്, അപ്പം മോളിതൊക്കെ ചെയ്യണ്ടേ? അപ്പൊ അനാമിക പറയാണ്, അതിനെന്തിനാ മുത്തശ്ശി ഞാൻ ചെയ്യണ്ടേ? ഒരു വേലക്കാരി നിർത്തിയാ പോരെ? മുത്തശ്ശി പറയുന്നുണ്ട്, ഇപ്പോഴൊക്കെ വേലക്കാരികളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ. ഇവിടെ വേലക്കാരിക്ക് ജയനും മുത്തശ്ശനൊക്കെ ഓടി നടക്കുക, എന്നിട്ടും ആർക്കും ഒരു സെർവന്റിനെ അങ്ങോട്ട് കിട്ടുന്നില്ല. ഒത്തു കിട്ടണ്ടേ, അല്ലാതെ ആരെയെങ്കിലും കൊണ്ട് നിർത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മോൾ ഇതൊക്കെ ചെയ്ത് പഠിക്കണം. മോൾ അടുക്കളയിലേക്ക് കയറി ആ ചായയും ഇട്ട് ആ സ്നാക്സ് ഒന്ന് ഉണ്ടാക്കിയെന്ന് പറയണോ. നാശം പിടിച്ച് തള്ള എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറിപ്പോയിട്ട് ജാനകി ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞു കൊടുക്കാണ്, ചായണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജാനകി പറയാണ്, എല്ലാ ദിവസവും വൈകുന്നേരം ഇനി എൻ്റെ മോള് വേണം, ഇവിടെ ചായ ഉണ്ടാക്കി പലഹാരം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാൻ, മനസ്സിലായോ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, ഞാനും ഒന്ന് ചോദിക്കാണ്. അതെ, മോള് തന്നെ എന്ന് പറയുന്നുണ്ട്. അമ്മേ എന്തൊക്കെ ഈ പറയുന്നേ? ഞാൻ ആരാ? ഇവിടുത്തെ അടുക്കള പണിക്കാരിയോ? അടുക്കളയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിക്കാണ്. ജാനകി പറയാണ്, മോളെ ഇത് അടുക്കളപ്പണിയായിട്ടൊന്നും കരുതണ്ട, നമുക്ക് കഴിക്കാനുള്ള ഫുഡ് തന്നെയല്ലേ, അതിനെന്തിനാ അങ്ങനെ കണക്കാക്കുന്നത് ചോദിക്കാണ്. അനാമിക പറയുന്നുണ്ട്, ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് സൗകര്യം ചെയ്യാൻ എന്ന് പറയുമ്പോഴേക്കും ജാനകി ചോദിക്കാണ്, മോളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നല്ലാതെ ഇത്രയും കാശ് മുടക്കി എന്റെ അച്ഛനെ ഇങ്ങോട്ടേക്ക് കെട്ടിച്ചിട്ടതേ എല്ലാവർക്കും വെച്ച് വിളമ്പി തരാനോ എല്ലാവർക്കും സ്നാക്സ് ഉണ്ടാക്കി തീറ്റിക്കാനോ അല്ല, സുഖമായി ജീവിക്കാനായിട്ടാ ഞാൻ അതേ ചെയ്യുള്ളൂ, അതല്ലാതെ ആരും എന്നെ കൊണ്ട് പണിയെടുപ്പിച്ച് ജീവിക്കാന്ന് കരുതണ്ട എന്നൊക്കെ പറയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, നിനക്കറിയാവോ ഞാനും ദേവേന ചേച്ചിയൊക്കെ വലിയ തറവാട്ടിൽ നിന്ന് വന്നവരാ. ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു 3-4 സെർവൻ്റൊക്കെ ഒരു പണിയും ചെയ്യിക്കാതെയാ ഞങ്ങളെ വളർത്തിയത്. പക്ഷെ നമ്മളൊരു ജീവിതത്തിലേക്കൊക്കെ കടക്കുമ്പോൾ നമ്മളൊരു വീട്ടിൽ വന്ന് കയറുമ്പം പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ വേണം നോക്കാൻ. ഇനി പോയി നമ്മൾ ഒറ്റയ്ക്ക് താമസിച്ചാലും എവിടെ ജീവിക്കേണ്ട സാഹചര്യം വന്നാലും നമ്മുടെ വീട്ടിലെ ജോലികൾ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് വന്ന് വരെ ഇവിടെയാണെന്നോ ഒന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലം നമ്മൾ വൃത്തിയാക്കുക, നമ്മൾക്ക് കഴിക്കാനുള്ളത് നമ്മൾ ഉണ്ടാക്കുക, അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതല്ലേ മോളെ എന്ന് ജാനകി പറയുമ്പോൾ അമ്മ എന്നെ കൂടുതൽ ഉപദേശിക്കാനൊന്നും വയ്യ, വരണ്ട, ഇത് ഞാൻ ലാസ്റ്റ് ഉണ്ടാക്കുന്നതാ, ഇനി മേലാൽ ഇമ്മാതിരി പണിയും പറഞ്ഞുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്, എന്നെ കൂടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇവിടെ കയറി പോകുന്ന ജലജയും മുത്തശ്ശിനൊക്കെ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. ജാനകി അപ്പോ സ്നാക്സും ചായയുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ചോദിക്കുന്നുണ്ട്, എന്താ നിന്റെ മരുമകൾ ദേഷ്യപ്പെട്ട് കയറിപ്പോയത്? ഒന്നുമില്ലമ്മേ, അവക്ക് വയ്യ തീരെ, അതുകൊണ്ടാ. മുത്തശ്ശി ചോദിക്കുകയാണ്, 10-22 വയസ്സുള്ള പെൺകുട്ടിയല്ലേ അവൾക്ക് എന്താ ഇത്ര വയ്യാഴിക ഉള്ളത്? ഏത് നേരം ഈ കിടപ്പും ഫോൺ കാണിച്ചല്ലേ ഉള്ളൂ, പിന്നെ നേരത്തെ ഭക്ഷണം, അതുകൊണ്ടൊക്കെയാ കുറച്ചിറങ്ങി പണിയെടുക്കാൻ പറ, ശരീരം അനങ്ങിയാലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചത്ത ശരീരം പോലെ ആയിപ്പോവും എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനിങ്ങനെ അവളെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിനെ നോക്കി അവളെയല്ല മുത്തശ്ശിനെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പം കാരണം ഇവരൊക്കെ മനഃപൂർവ്വം പ്ലാൻ ചെയ്തിട്ടാണല്ലോ ഒരു സെർവന്റിനെ കൊണ്ടുവരാതെ ജാനകിക്ക് ശരിക്കും പണിയാകുമ്പോഴേക്കും അവൾക്ക് അനാമികയുടെ സ്വഭാവം കൃത്യമായി മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണല്ലോ ഇത്. അങ്ങനെ ജാനകി മനസ്സിലോർക്കാണ്, എന്തൊക്കെ പറഞ്ഞാലും ആ നായനുള്ളപ്പോ എന്ത് സുഖമായിരുന്നു, ഒന്നും അറിയണ്ടായിരുന്നു, കയ്യും കഴുകി ഡെസ്കിന് മുമ്പിൽ ഒന്ന് ഇരുന്നാൽ മതിയായിരുന്നു, വീടും പേരെ ഒന്നും ക്ലീൻ ചെയ്യേണ്ട കാര്യം ഒന്നുമില്ലായിരുന്നു, എന്ത് സുഖമായിരുന്നു. അത് മാത്രമല്ല എന്ത് കറിക്കൊക്കെ എന്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു, എന്ത് രുചിയോടുകൂടിയാ എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ. കൃത്യം 4 മണിയാകുമ്പോൾ ചായയും കടിയുമൊക്കെ റെഡിയാക്കി കൊണ്ടുവരായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, എനിക്കൊരു മരുമോൾ വന്ന് ചേർന്നിട്ടുണ്ട്, ഒരു പണിയും ചെയ്യില്ല. എങ്കിൽ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വയ്യാതിരിക്കുകയാണെന്നും എനിക്ക് അവളുടെ എത്ര സ്നേഹമാണെന്നും ഒക്കെ അവൾക്ക് അറിയാലോ, ഒരു കൈ എന്നെ സഹായിച്ചൂടെ? അതും ചെയ്യില്ല, നാശം എന്നൊക്കെ പറഞ്ഞ് അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്.